നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും ഇതാ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകി വിമാനവിലക്ക് വീണ്ടും നീട്ടിയിരിക്കുന്നു. ഡിസംബർ 22 നിർത്തലാക്കിയ ലണ്ടൻ കൊച്ചി ഡയറക്റ്റ് വിമാന സർവീസ് ഫെബ്രുവരി 14 വരെ പുനരാരംഭിക്കില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. തുടങ്ങുമെന്ന് പലവട്ടം പ്രഖ്യാപിക്കുകയും പിന്നീട് നീട്ടിവെക്കുകയും ചെയ്ത സർവീസ് ജനുവരി 31 ശേഷം ആരംഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവരും ടിക്കറ്റ് മാറ്റിയെടുത്തവരുമെല്ലാം ഇതോടെ നിരാശയിൽ ആയിരിക്കുകയാണ്. ഫെബ്രുവരി 14 വരെ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കോ തിരിച്ചോ ഡയറക്റ്റ് സർവീസ് ഉണ്ടാകില്ല എന്നാണ് എയർ ഇന്ത്യയുടെ പുതിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. 14 ശേഷം ഈ സർവീസ് തുടങ്ങുമെന്ന് ഉത്തരവിൽ നൽകുന്നുമില്ല. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്ക് മാത്രമാകും വന്ദേ ഭാരത് മിഷന്റെ 10ാം ഫേസിൽ ബ്രിട്ടനിൽ നിന്ന് സർവീസ് ഉണ്ടാകുക. കൊച്ചി സർവീസ് അനിശ്ചിതമായി നീളുന്നതും റെഡ് ലിസ്റ്റിൽപ്പെടുത്തി UAE-യിൽ നിന്നുള്ള ഡയറക്റ്റ് വിമാനങ്ങൾ ബ്രിട്ടൻ നിർത്തലാക്കിയതും ബ്രിട്ടീഷ് മലയാളികളുടെ നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രാമോഹങ്ങളെ തകർക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏക ആശ്രയമായിരുന്നു വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ആരംഭിച്ച ലണ്ടൻ കൊച്ചി ഡയറക്റ്റ് വിമാന സർവീസ് എന്നത്. ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ സർവീസിൽ കൂടിയാണ് ബ്രിട്ടനിലേക്ക് പുതുതായി ജോലിക്ക് എത്തിയിരുന്നവരും ഇവിടെ നിന്ന് നാട്ടിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി പോയിരുന്നവരും യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഇതാണ് ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നത്. ബ്രിട്ടനിലെ അനിയന്ത്രിതമായ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ 22 താൽക്കാലികമായി നിർത്തലാക്കിയ വന്ദേ ഭാരത് മിഷൻ ജനുവരി 8 പുനരാരംഭിച്ചപ്പോൾ പക്ഷേ കൊച്ചിയെ അതിൽ ഉൾപ്പെടുത്തിയില്ല. ഇതിനെതിരെ ബ്രിട്ടനിലെ മലയാളികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. പ്രതിഷേധങ്ങൾക്കും നിവേദനങ്ങൾക്കും ഒടുവിൽ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ഷെഡ്യൂൾ 2 ആഴ്ച മുമ്പ് വീണ്ടും റദ്ദാക്കി. ഇതാണിപ്പോൾ ഫെബ്രുവരി 14 വരെ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 1 പിന്നീട് 2 ഒടുവിൽ 3 ഉയർത്തിയിട്ടും നിറയെ യാത്രക്കാരുണ്ടായിരുന്ന സർവീസ് പുനരാരംഭിക്കാൻ വൈകുന്നതിൽ ദുരൂഹത ഏറെയാണ്. ഡിസംബറിൽ സർവീസ് നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ കുടുങ്ങിപ്പോയവർ നിരവധിയാണ്. അങ്ങനെ അടിയന്തര ആവശ്യങ്ങൾക്കായും മറ്റും നാട്ടിലെത്തിയ നൂറുകണക്കിന് മലയാളികളാണ് ബ്രിട്ടനിലേക്ക് തിരിച്ചെത്താനാകാതെ ഇപ്പോഴും കേരളത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. നേരിട്ടുള്ള വിമാന സർവീസിൽ വിശ്വസിച്ചും പ്രതീക്ഷ വച്ചും നാട്ടിൽ പോയവരെല്ലാം ഒരു വിധത്തിലും മടങ്ങി വരാനാകാതെ വിഷമിച്ചിരിക്കുകയാണ്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ വഴി നാട്ടിലെത്താൻ മാർഗമുണ്ടെങ്കിലും ക്വാറന്റൈൻ വ്യവസ്ഥകളിലെ അവ്യക്തതയും ട്രാൻസിറ്റ് വിമാനങ്ങൾ ലഭിക്കാനുള്ള കാലതാമസവും ഏറെ തന്നെയാണ്. രാജ്യത്തെ 9 നഗരങ്ങളിൽ നിന്നായിരുന്നു ബ്രിട്ടീഷ് വിമാനത്താവളങ്ങളിലേക്ക് എയർ ഇന്ത്യ വന്ദേ ഭാരത് സർവീസ് നടത്തിയിരുന്നത്. ഇതിൽ ആഴ്ചയിൽ 7 സർവീസ് നടത്തിയിരുന്ന ഡൽഹിയും 4 സർവീസ് നടത്തിയിരുന്ന മുംബൈയും കഴിഞ്ഞാൽ ഏറ്റവും അധികം സർവീസ് കൊച്ചിയിൽ നിന്നുമായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.